നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. കോളിഫ്ലവർ 65 എന്നൊക്കെ വേണേൽ നമുക്ക് വിളിക്കുന്നതിന്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോയോളം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കോളിഫ്ലവർ എടുക്കുമ്പോൾ ഒരുപാട് വലുതെടുക്കാതെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുക്കുന്ന കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ പീസുകളാക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒത്തിരി വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളത്തിൽ വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നേരൊക്കെ വെള്ളം ഒഴിച്ച് ഇത് ഇത്തിരി സമയം വെക്കണം. ഒരു 15 തൊട്ട് 30 മിനിറ്റ് നേരം വെക്കണം. അതിനകത്ത് എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിടും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി സോഗിയായി പോകും. പെട്ടെന്ന് പിന്നെ നമ്മൾ മസാലയായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും തണുത്ത വെള്ളത്തിലാണ് ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വെള്ളമൊന്നും പാടില്ല. വെള്ളം എല്ലാം കംപ്ലീറ്റ് പോയ ശേഷമാണ് കേട്ടോ നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പം എരിവില്ലാത്ത കളറുള്ള മുളക് പൊടി ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 2 പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചും തൈര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത കട്ട തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കട്ടെ. വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറേശ്ശെ വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒട്ടും വെള്ളം കൂടിപ്പോലും. പിന്നെ കോളിഫ്ലവറിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് വേണം കേട്ടോ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും മസാല കോട്ട് ചെയ്തിരിക്കത്തില്ല. അത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും കുറേ സമയം എടുക്കും കേട്ടോ. ഞാനിത് മസാലയിലേക്ക് കോളിഫ്ലവർ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോൾ കോളിഫ്ലവർ ചിലപ്പം പൊടിഞ്ഞു പോകും. പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഒത്തിരി വലുപ്പത്തിലൊന്നുമല്ല ചെറുതാക്കിയാണ് കോളിഫ്ലവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും കേട്ടോ. എന്നാലും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് ധൃതി പിടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ എല്ലാം ചെറിയ ചെറിയ പീസുകളായി പോകും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമേ ഫ്രൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കോളിഫ്ലവർ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കാവുള്ളൂ. അതിന് മുമ്പ് ഇളക്കി കഴിഞ്ഞാൽ മസാലയെല്ലാം ഇതിൽ നിന്ന് വിട്ടുപോകും, കോളിഫ്ലവറിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കോളിഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച് ഏകദേശം ഒരു മാക്സിമം 15 മിനിറ്റ് കൂടി പോകണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എണ്ണയും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. നമ്മളിവിടെ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിനോട് ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു ഫ്രൈ ഐറ്റം വേണമെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇത്. ഗോബി 65 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന സാധനമില്ല, അത് ഇതാണ് കേട്ടോ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഇനി കോളിഫ്ലവർ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എയർ ഫ്രയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ വേണമെന്നുള്ളൊരു എണ്ണയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടെന്നുള്ളൊരു എയർ ഫ്രയറിൽ ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.